ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. ഈശ്വരനാമങ്ങൾ ജപിക്കുന്നതിന് ഇന്ന ആൾ, ഇന്ന രീതി, ഇന്ന സമ്പ്രദായം, ഒരു സമ്പ്രദായവുമില്ല. കാരണം അതിനൊക്കെ അപ്പുറത്താണ്, അതിൻ്റെയൊക്കെ അത്യുന്നതമായ സ്ഥാനത്താണ് മഹാമന്ത്രങ്ങൾ ഉത്ഭവിച്ചിട്ടുള്ളത്. ഋഷീശ്വരന്മാരുടെ തപശ്ചര്യയുടെ ഒരു രൂപമായിട്ടാണ് മന്ത്രദേവത പ്രകടമാകുന്നത്. ആ മന്ത്രദേവതയെ നമുക്ക് വേണ്ടി അവരുടെ കാരുണ്യത്തിലൂടെ, അല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല. കാരണം മന്ത്രദേവതയെ കാണിച്ചു തരുന്ന ഋഷിപുങ്കവന്മാരായ ഗുരുനാഥന്മാരുടെ അനുഗ്രഹമാണ് നമുക്ക് ഒരു മന്ത്രം ശരിയായ രീതിയിൽ, അതാണ് അതിൻ്റെ പ്രാധാന്യം. മന്ത്രത്തിൻ്റേതായിട്ടുള്ള ഛന്ദസ്സുണ്ട്. അപ്പോൾ ആ ഛന്ദസ്സും ശരിക്കും മനസ്സിലാക്കി നമ്മൾ അത് ജപിക്കണമെങ്കിൽ അതിന് നമുക്കുള്ളൊരു അധികാരം കിട്ടണം. ആ അധികാരം എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല. അത് നമ്മുടെ ഗുരുനാഥനിൽ നിന്ന് മാത്രമാണ് അധികാരം. ഈ മന്ത്രജപത്തിനുള്ള പൂർണ്ണമായ ഒരു അധികാരം, അതിനുള്ള യോഗ്യത ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ ഒരു യോഗ്യതയും ഇല്ലാത്തവർക്കാണ് നാമജപം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അതിൽ യോഗ്യത നിറഞ്ഞിരിക്കുക, പൂർണ്ണമായിരിക്കുക. അപ്പോൾ ആ യോഗ്യതയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഋഷിപുങ്കവന്മാർ കണ്ടെത്തിയതിലാണ് വേദങ്ങളൊക്കെ. അപ്പോൾ വേദങ്ങളെ വേദസ്വരൂപങ്ങളായി തീർന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് വേദമന്ത്രം ഉച്ചരിക്കാൻ സാധിക്കൂ. പണ്ട് കാലത്ത് ഈ വേദങ്ങൾ ഒരു വർഗത്തിൻ്റെ മാത്രമായിട്ട് കൈയടക്കി വച്ചിരുന്നു. അത് ബാക്കിയുള്ളവർക്ക് അവർ പകർന്നിരുന്നില്ല. കാരണം എന്താണ്? വേദങ്ങളുടെ ആ ഒരു ധ്വനി വരുമ്പോഴത്തേക്ക് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത് പൂർണ്ണമായും പ്രകാശിക്കും. വേദസ്വരൂപമാണ്. ലോകത്തിനെ മുഴുവൻ വേദത്തിൽ അധിഷ്ഠിതമാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. ആ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതായുള്ള ശക്തിയാണ് ദൈവിക ശക്തി, ഈശ്വര ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ 3 ഈകളെക്കുറിച്ച് പറയുന്നത്, വികാരം 3 തരത്തിലാണെന്ന് പറയുന്നു. ഭൂമിയിൽ പ്രകടമായി കഴിഞ്ഞാൽ ചിലർ ഇരയും മാത്രമേ നോക്കുന്നുള്ളൂ. അതിനും അപ്പുറമായിട്ടാണ് ഈശ്വരൻ എന്നുള്ള ആ ഒരു ഉന്നതമായ ജഗത് പിതാവിൻ്റെ സ്ഥാനം. ആ ഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് വേദങ്ങൾ എല്ലാവർക്കും ഉച്ചരിക്കാം, ഇന്നവർക്ക് മാത്രമാണ് എന്നുള്ളതിനെ മാറ്റിമറിച്ചുകൊണ്ടാണ് ജഗദ്ഗുരു ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം എന്നുള്ളത് എഴുതിയത്. എന്തുകൊണ്ടാണ്? ആ സമയത്തൊക്കെ വേദം കേൾക്കാൻ പോലും ചിലരെ അനുവദിച്ചിരുന്നില്ല. കേൾക്കുന്നവരുടെ ചെവിയിൽ ഈയമുരുക്കി ഒഴിച്ചിരുന്നു എന്നുള്ളൊരു പ്രവണത പോലും അന്നത്തെ കാലത്ത് മുമ്പിവിടെ നടന്നിരുന്നു. അപ്പോൾ അതിനെ പൂർണ്ണമാക്കിയും എതിർത്തുകൊണ്ടൊരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചതാണ് ചട്ടമ്പിസ്വാമികൾ എഴുതിയ വേദാധികാര നിരൂപണം. ആ നിരൂപണം എന്നുള്ള ആ ഗ്രന്ഥത്തിനെ തൻ്റെ ജീവിതമാർഗമാക്കി സ്വീകരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ മാനസ ശിഷ്യനായ, പ്രഥമ ശിഷ്യനായ ശ്രീ അഭേദാനന്ദ സ്വാമികൾ. അദ്ദേഹം എന്ത് ചെയ്തു? ഈ വേദാധികാര നിരൂപണത്തെ കർമ്മ പദ്ധതിയിലേക്ക് മാറ്റി. എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക? എല്ലാവർക്കും, നാവെടുത്ത് കീർത്തിക്കാവുന്നവർക്കും ചെവി കൊണ്ട് കേൾക്കാവുന്നവർക്കും വേദത്തിന് അധികാരികളാണ്. വേദം ഇവർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ ജീവജന്തുക്കൾക്കും വേദം ജപിക്കാൻ സാധിക്കും. ഇത് പറയുമ്പോൾ യുഗങ്ങൾക്ക് മുമ്പ് എന്ന് കടന്നാൽ കാശിയിലെ ആ പണ്ഡിത സദസ്സിൻ്റെ മുന്നിലാണ് ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികൾ അവിടെ കൂടെ വന്ന പോത്തിനെ കൊണ്ട് വേദം പറയിച്ചത്. അപ്പോൾ ആ ഒരു ശീലം നമ്മൾ നോക്കുക. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു മഹത്തായ ഗുരുപാരമ്പര്യമുണ്ട്. അപ്പോൾ ആ പാരമ്പര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അഭേദാനന്ദ സ്വാമികൾ ആ ശ്രീകോവിലിനകത്ത് മാത്രമായി മുഴങ്ങിയിരുന്ന മന്ത്രങ്ങളെ, എല്ലാ മന്ത്രദേവതകളെയും മന്ത്രശക്തികളെയും ഇന്നിപ്പോൾ സകലവിധമായ മനുഷ്യർക്കും നമുക്കെല്ലാം ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ ചെന്നാൽ അർച്ചനയ്ക്ക് നമുക്ക് വെളിയിൽ നിൽക്കാനും അർച്ചനാ വിഗ്രഹത്തിലേക്ക് തൻ്റെ മന്ത്രങ്ങൾ പൂർണ്ണമായിട്ടും പൂജാരിക്ക് പൂജിച്ചർച്ചിക്കുവാൻ സാധിക്കും. നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാനേ സാധിക്കും. എന്നാൽ
അഭേദാനന്ദ സ്വാമികൾ രൂപകൽപ്പന ചെയ്ത് കൊണ്ടുവന്ന കോടിയർച്ചനയിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്ക് തന്നെ നമ്മളെ കൈകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിനെയാണ് മന്ത്രത്തിലേക്ക് അർപ്പിക്കുന്ന ടോക്കണായിട്ട് പൂക്കളോ അല്ലെങ്കിൽ അക്ഷതയോ ആയിട്ട് മാറ്റുന്നത്. അതിനെ നമ്മൾ നമ്മുടെ മുമ്പിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ദീപത്തിലെ ആ സ്വയം ജ്യോതിയായ ആത്മജ്യോതിയായ പരമജ്യോതിയായ പരംജ്യോതിയായ ശ്രീ രാധാകൃഷ്ണമൂർത്തിയുടെ പൂർണ്ണരൂപമായ വിഷ്ണു ഭഗവാന്റെ പാദങ്ങളിലേക്ക് അർപ്പിക്കുന്നു എന്നുള്ള ഭാവത്തിലല്ല, അങ്ങനെ തന്നെ അർപ്പിക്കണം, സമർപ്പിക്കണം. നമുക്കിങ്ങനെ ഒരു ജന്മം കിട്ടിയതിലെ പുണ്യം നമുക്ക് എത്ര 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 പിതൃക്കളുടെ അനുഗ്രഹമാണെന്ന് അറിയാൻ സാധിക്കില്ല. ഇങ്ങനെ നമുക്ക് തന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മന്ത്രജപത്തോടുകൂടി, അതും ഹൃദയശുദ്ധിയോടുകൂടി, വേറെ ചിന്തകൾ അനന്യാ ചിന്തയന്തോ മാം ഏജനാ പരിപാസതേ തേഷാ നിത്യാഭിയുക്താന യോഗക്ഷേമം വഹാമിഹം. എൻ്റെ കുഞ്ഞെ, നീ ഒന്നും പേടിക്കണ്ട. എൻ്റെ നാമങ്ങൾ വേറെ ചിന്തകളൊന്നും ഇല്ലാണ്ട് അതുമാത്രമായിട്ട് ആ മന്ത്രത്തിൽ നമ്മുടെ മനസ്സ് അലിഞ്ഞു ചേരുക. അങ്ങനെ മന്ത്രത്തെ നമ്മൾ എന്ത് ചെയ്യണു? ഈ വിളക്കിൽ പ്രകാശിച്ച് നിൽക്കുന്ന ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക്, ആ ചിലമ്പണിഞ്ഞ ആ ചേവടികളിലേക്ക് നമുക്ക് സ്വന്തം കൈകൊണ്ട് അർപ്പിക്കാനുള്ള ഒരു മഹത്തായ ഒരു സുവർണ അവസരമാണ് അഭേദാനന്ദ സ്വാമികൾ കൊണ്ടുവന്ന കോടിയർച്ചന. ഇത് ആദ്യമായിട്ടാണ് കോടിയർച്ചന എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. ലക്ഷാർച്ചനയിൽ നിന്നാണ് കോടിയർച്ചനയിലേക്ക് മന്ത്രസാധ്യത്തെ അഭേദാനന്ദ സ്വാമികൾ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ജനങ്ങൾക്ക് ആർക്കും അവിടെ ഒരു നിരോധനമില്ല. നിങ്ങൾ പാടില്ല, അത് പാടില്ല, ഇങ്ങനെ പാടില്ല, ഇങ്ങനെ തന്നെ ഇരിക്കണം, അതുമില്ല. നമ്മൾ ഭഗവാന്റെ മടിത്തട്ടിലിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഭഗവാന്റെ മടിത്തട്ടിലിരിക്കുമ്പോൾ ഭഗവാൻ എങ്ങനെ നമ്മളെ ഇരുത്തുന്നോ ആ രീതിയിലിരിക്കുക. സ്വസ്ഥമായിട്ടിരുന്ന് വേറെ ചിന്തകളില്ലാണ്ട് അങ്ങോട്ട് സ്വാമിജി പറയും അങ്കപ്പക്കം ഇങ്കപ്പക്കം വാക്കപ്പെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട. നമ്മൾ നേരെ ഭഗവാനിലേക്ക് നോക്കുക. ഭഗവാന്റെ പൂർണ്ണ കടാക്ഷം നമ്മളിലുണ്ടായി നമുക്ക് നമ്മുടെ സ്വന്തം കൈകൾ കൊണ്ട് അർച്ചിക്കാൻ സാധിക്കുന്ന ഒരു സുവർണ കാലഘട്ടമാണ് കോടിയർച്ചനാ സമയം. ഇത് പറയുമ്പോൾ ഇവിടെ കാട്ടാക്കടയ്ക്ക് അടുത്തായിട്ട് പെരുങ്കുളത്തൂർ കൃഷ്ണക്ഷേത്രമുണ്ട്, വിഷ്ണു ക്ഷേത്രമാണ്. ഏകദേശം ഒരു 6 അടി കൂടുതൽ പൊക്കമുണ്ട് വിഷ്ണു ഭഗവാന്. അപ്പോൾ അതിൻ്റെ അന്നത്തെ നിയന്ത്രണം നിന്നിരുന്നത് RKN മുതലാളി എന്ന് പറയും, കുട്ടപ്പൻ നായർ എന്ന് പറയുന്നു. അവരുടെ കുടുംബക്കാരെല്ലാം കൂടെ ഇവിടെ വന്ന് അഭേദാശ്രമത്തിൽ വന്ന് സ്വാമിജിയെ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ ക്ഷേത്രം അവിടെ ഒരെണ്ണമുണ്ട്, വിഷ്ണു ക്ഷേത്രമാണ്, അവിടെ നിന്ന് വന്ന് കോടിയർച്ചന നടത്തി തന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടെ ഭഗവാൻ അത് സ്വീകരിക്കുകയും അങ്ങനെ കാട്ടാക്കട പെരുങ്കുളത്തൂർ മഹാവിഷ്ണു ക്ഷേത്രമാണ്. ചുറ്റിനും വയലാണ്, ഭയങ്കര വയലേലയാണ്. വയലിൻ്റെ നടുക്കാണ് ഈ ക്ഷേത്രം. അപ്പോൾ അതിന് കോടിയർച്ചനയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കി അവിടെ കോടിയർച്ചന നടക്കുകയും അതിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ കേരള ഗവർണറായിരുന്ന ജ്യോതി വെങ്കടാചലം അവർ വളരെ ഭവ്യതയോടുകൂടി അവിടെ വരികയും അർച്ചനയ്ക്ക് വന്ന് കണ്ടിട്ട് എന്താണ് നോക്കിയിട്ട് പോകാം എന്നാണ് അവർ പറഞ്ഞ് വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞ് സ്വാമിജിയെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവിടുത്തെ കൊണ്ടുവന്നിടത്ത് പറഞ്ഞു, ഇനി ഞാൻ അർച്ചന കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. ഈ മഹാത്മാവിൻ്റെ ദർശനം തന്നെ എനിക്ക് എൻ്റെ ജന്മം പുണ്യമായി. ഞാൻ ഇങ്ങനൊരു മഹാത്മാവിനെ ദർശിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോൾ വന്ന സ്ഥിതിക്ക് അദ്ദേഹം പറഞ്ഞു തരുന്ന നാമാവലി കേട്ട് എൻ്റെ പിതൃക്കൾക്ക് പുണ്യം കിട്ടട്ടെ, ഗവർണർ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ അങ്ങനെ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്ന ആ ജ്യോതി വെങ്കടാചലം ദർശനത്തിന് വേണ്ടി വന്നതാണ്. പക്ഷേ ഗുരുനാഥൻ പറഞ്ഞു തന്ന ആ ഒരു അർച്ചന തീരുന്നത് വരെയും ഒരർച്ചനയിൽ പങ്കെടുക്കുകയും വളരെയധികം തൻ്റെ പുണ്യത്തെ ശ്ലാഘിക്കുകയും അതുപോലെ ഗുരുനാഥനെ ഇതുവരെ അവർ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗുരുനാഥൻ്റെ ഗുരുസന്നിധിയിൽ വന്നത്. എനിക്ക് ഓരോ മന്ത്രം അദ്ദേഹം പറഞ്ഞു തരുമ്പോഴും അത് കേൾക്കുമ്പോഴത്തേക്ക് വിഷ്ണു അതാത് രൂപത്തിൽ വന്ന് ഓരോ മന്ത്രങ്ങളെ ഏറ്റുവാങ്ങുന്നതായിട്ട് എനിക്കൊരു അനുഭൂതി ഉണ്ടായി. അങ്ങനെ ജ്യോതി വെങ്കടാചലം വന്ന് പെരുങ്കുളത്തൂർ കാട്ടാക്കട ശ്രീ വിഷ്ണു ക്ഷേത്രത്തിലെ കോടിയർച്ചനയെക്കുറിച്ച് അവർ പറഞ്ഞ അവരുടെ അനുഭവം ഈ പറയുമാതിരി എല്ലാവർക്കും ലഭിക്കട്ടെ. ഓരോ മന്ത്രം പറയുന്ന സമയത്തും മന്ത്രദേവതയായിട്ട് അനന്തശായിയായി പള്ളി കൊണ്ടുകൊടുക്കുന്ന ആ പത്മനാഭൻ നമ്മുടെ മുന്നിൽ വന്ന് അനന്തമായിട്ടുള്ള ഒരു പുണ്യം നമുക്ക് തരുന്നു. കാരണം അദ്ദേഹത്തെ ശരണം പ്രാപിച്ചാൽ ഈ ലോകത്തെ തരണം ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പം നമുക്ക് ഏറ്റവും ഗുണമെന്നുള്ളത് വിഷ്ണു സഹസ്രനാമം തന്നെയാണ്. ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? അത് അനുഭവജന്യമാണ്. ഇത് പറഞ്ഞു തന്നതാരാണ്? ഭീഷ്മാചാര്യരാണ്. തൻ്റെ പാദത്തിൻ്റെ മുമ്പ് വന്ന് നിൽക്കുന്ന ശ്രീകൃഷ്ണനെ നോക്കിക്കൊണ്ട് ശരശയ്യയിൽ കിടന്നുകൊണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? ദുര്യോധനൻ്റെ നിന്ന് കഴിച്ചിരുന്ന ആഹാരത്തിൻ്റെ എല്ലാ അംശങ്ങളും ചേർന്ന രക്തം മുഴുവൻ അർജുനൻ്റെ ശരങ്ങളാൽ കൂർത്ത് മുറിഞ്ഞിരുന്ന ആ ഇതിൽ കൂടെ രക്തം മുഴുവൻ വാർന്നൊഴുകി പോയി കഴിഞ്ഞു. അപ്പോൾ ദോഷമായിട്ടുള്ളതെല്ലാം വാർന്നൊഴുകി കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ മുന്നിൽ വന്നതും അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് വിശ്വം വിഷ്ണു ഷട്കാരോ ഭൂതഭവ്യഭവൽ പ്രഭു ഭൂതഗർഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി ആത്മയോനി സ്വയം ജാതോ വൈഹാനസാമഗായന ദേവകീനന്ദന സൃഷ്ടാസിരീശപാപനാശന ശങ്കപർനന്ദകീ ചക്രീ ശർഗധന്വാഗതാധര രഥാംഗവാണിരശോഭ്യ സർവപ്രഹരണായുധ എന്ന് പറഞ്ഞ് എല്ലാ ആയുധങ്ങളോടും കൂടി മന്ദസ്മിതത്തോട് നിൽക്കുന്ന ആ വിഷ്ണുവിൻ്റെ പൊൻ ചേവടികളിൽ നമുക്കും അർപ്പിക്കാനുള്ളൊരു അവസരം കോടിയർച്ചനയിലൂടെ അഭേദാനന്ദ സ്വാമിയുടെ ഗുരുകടാക്ഷത്തിലൂടെ ലഭിച്ചിരിക്കുന്നു. അത് എല്ലാവരും അതിൽ പങ്കെടുത്ത് കോടിയർച്ചന എന്ന് പറയുന്നത് യുഗത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ യുഗത്തിലെ കലിയുഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. കാരണം എല്ലാവർക്കും പങ്കെടുക്കാം, ഇന്ന ആളെന്നില്ല. നമ്മൾ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹവും കൂടെ കിട്ടും. കാരണം അവരും കൂടെ നമ്മളിൽ നമ്മുടെ ഈ മന്ത്രത്തിൻ്റെ ഭാഗവാക്കുകളായിട്ട് മാറും. അപ്പം അങ്ങനെ ഒരു പുണ്യമായ കോടിയർച്ചന സംരംഭം ഇവിടെ നാളെ ആരംഭിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വന്ന അർച്ചനയിൽ പങ്കെടുക്കുക. എത്രത്തോളം പങ്കെടുക്കുമോ അത്രത്തോളം ഭഗവത് കാരുണ്യം പൂർണ്ണമായിട്ടും പ്രകാശിക്കുന്ന വർഷിക്കുന്ന ഈ അഭേദാശ്രമത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക.